ഇനി എൻക്ലസ് ആരൻ ഒരു വെല്ലുവിളിയല്ല. ആപ്പിൾ ആരൻ കൂടിയുണ്ടെങ്കിൽ വിജയം ഉറപ്പാണ്. Let's welcome Priya Prakash Warrior. Welcome to the show. Thank you. എന്നെങ്കിലും ഏതെങ്കിലും ഒരു കാലത്ത് ഒരാൾ എന്നെ പ്രപ്പോസ് ചെയ്യുമ്പോൾ ഒരു ടിഫിനി മോതിരൊക്കെ ഇട്ട് നിന്ന് പ്രപ്പോസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഐഫിൾ ടവറിന്റെ അടിയിൽ ആരെങ്കിലും പ്രപ്പോസ് ചെയ്യാം, അങ്ങനത്തെ ഭയങ്കര ഫാന്റസി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ആരുടെടുത്തെങ്കിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രജിസ്റ്ററിൽ ഒപ്പിട്ട് ഒരു രക്തഹാരം അങ്ങോട്ട് രക്തഹാരം ഇങ്ങോട്ട് ചായ പരിപ്പുവട ഈ പരിപാടി പോരെ. അങ്ങനെ ഒരാളും ധൈര്യത്തോടെ വന്ന് പ്രപ്പോസ് ചെയ്തിട്ടില്ല എന്ന് എല്ലാ ഇന്റർവ്യൂസിലും പറയുന്നത്. എന്റെ ഫ്രണ്ട്സ് പറഞ്ഞ കമന്റ് എന്താന്ന് വെച്ചാൽ, അതിന് നീ ഒരു ഗ്യാപ്പ് കൊടുക്കണ്ടേ, നീ അപ്പോഴത്തേക്കും ചാടിക്കറി അങ്ങോട്ട് പറയല്ലേ. അപ്പോഴും ഞാൻ ആയിരിക്കട്ടെ, ശരിയാ, ഞാൻ ചാടിക്കറി പറയുന്നോണ്ടായിരിക്കാം അവർക്ക് പറയാനൊരു അവസരം കിട്ടാത്തത്. അർജുനും പ്രാക്ടീസ് ചെയ്യുന്ന സമയം തൊട്ടേ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ ഇങ്ങനെ പറയുമായിരുന്നു, എന്റെ ഫാൻസ് എടുത്ത് നിന്നെ ട്രോളും, നിന്റെ ഫാൻസ് എടുത്ത് എന്നെ ട്രോളും. വീട്ടിലിരിക്കുന്ന സമയത്ത് കഴിക്കില്ല എന്ന് പറയുന്ന കുറെ സാധനങ്ങളുണ്ട്. ഇഡ്ലി ഉപ്മാവ്, ഇവിടെ വന്ന് പിന്നെ ഉപ്മാവായി ഇഡ്ഡലിയായി. ഞാൻ വിളിച്ച അമ്മേന്റെ അടുത്ത് പറയാം, എന്തായിരുന്നു ഉപ്മാവായിരുന്നു. ഓ, നീ ഇപ്പൊ ഉപ്മാവൊക്കെ കഴിക്കുമല്ലേ. അവന്റെ വളരെ അടുത്ത 1-2 സുഹൃത്തുക്കൾക്കല്ലാതെ ആർക്കും അറിയില്ല അവൻ എന്റെ അനിയനാണെന്നുള്ളത്. ഞാൻ അവനെ ഇടയ്ക്ക് വിളിച്ച് ഞാൻ കളിയാക്കി, ഞാൻ ഒരു വരവുണ്ട് നിന്റെ കോളേജിലേക്ക്. ഇപ്പം പറയും, ഓപ്പോൾ ദയവ് ചെയ്ത് എന്റെ സമാധാനം കെടുത്തരുത്. ഇവന്റെ ഫുൾ നെയിം വായിച്ചു കഴിഞ്ഞിട്ട് ഇവന്റെ അടുത്ത് ഇന്റർവ്യൂവിന് ചോദിച്ചു, ഇത്ര പേഴ്സണലി പരിചയം ഉണ്ടോ, മഞ്ജു വാര്യരോ പ്രിയ വാര്യരോ എന്ന് ചോദിച്ചു. അപ്പൊ അവനില്ലാന്ന് പറഞ്ഞു. നീ എന്നെ ചേച്ചിയല്ലാന്ന് പറഞ്ഞല്ലേ. ലാസ്റ്റ് മിനിറ്റ് ഒരു സിനിമയിൽ നിന്ന് മാറ്റപ്പെട്ടു എന്ന് ഞാൻ അറിഞ്ഞായിരുന്നു. അതൊരു 1.5 വേദനയായിരുന്നു. വേറെ വരുന്ന സിനിമകൾ നമ്മൾ മാറ്റിവെക്കുന്നു ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. പിന്നെ നമ്മളൊരു 5-6 ദിവസം കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഒരു ഡാൻസ് പഠിക്കുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഷൂട്ടിന് തൊട്ട് മുന്നേ നമ്മൾ റീപ്ലേസ് ചെയ്യാന്ന് പറയുമ്പോ എവ്രിവൺ, വെൽക്കം ടു ദ ഷോ. മലയാളികൾക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ലാത്ത കഴിഞ്ഞ 6-7 വർഷങ്ങളായി നമ്മൾ സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് നമ്മുടെ കൂടെയുള്ളത്. ലെറ്റ്സ് വെൽക്കം പ്രിയ പ്രകാശ് വാര്യർ. വെൽക്കം ടു ദ ഷോ. താങ്ക് യു. അപ്പൊ ഇന്നിങ്ങനെ പ്രിയയുടെ ഇന്റർവ്യൂ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ ഇങ്ങനെ പ്രിയ വാര്യർ ഇന്റർവ്യൂ എന്ന് വെറുതെ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ 7 വർഷം മുൻപുള്ള പ്രിയയെ തൊട്ട് ഇങ്ങനെ കണ്ടുവരുവാണ്. അന്നത്തെ പ്രിയ എന്ന് പറയുന്നത് ഒരു ചുരിദാറൊക്കെ ഇട്ട് വളരെ ശാലീന കുലീനയായ ആ നാട്ടുപുറത്തുള്ള പ്രിയ വാര്യർ. അതിൽ നിന്ന് ഈ 7 വർഷം കഴിഞ്ഞപ്പോ എന്ത് മാറ്റമാണ് നമുക്ക് മെന്റലി ഉണ്ടായത്? മെന്റലി സത്യം പറഞ്ഞാൽ നല്ല മാറ്റം തന്നെയാണ് ഉണ്ടായത്. എന്താ പറയാ, നമുക്കൊരു ഗ്രോത്ത്, ഒരു ഇന്നർ ഗ്രോത്ത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുമല്ലോ. അത് നല്ല അടിപൊളിയായിട്ട് സംഭവിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു. ആൻഡ് ഡെഫിനറ്റ്ലി എനിക്കുണ്ടായ എക്സ്പീരിയൻസസും ഒക്കെ കാരണം തന്നെ നമ്മളെ കുറെ കൂടെ ഒന്ന് ഇമോഷണലി ഗ്രൗണ്ടഡ് ആവാനും അതിനൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഏറ്റവും പുതിയതായിട്ട് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം എന്ന് പറയുന്നത്, പ്രിയ എറണാകുളത്തേക്ക് താമസം മാറി എന്നുള്ളതാണ്. സ്വന്തമായിട്ട് ജീവിക്കാൻ തീരുമാനിച്ചു. എന്താ, ഇൻഡിപെൻഡന്റ് ആവണം എന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്തായിരുന്നു അത്? അല്ല, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും മാറിയിട്ടുണ്ടാവില്ല. അതെ, സത്യമായിട്ടും. കാരണം അച്ഛന്റെ അമ്മയുടെയും കൂടെ താമസിക്കുക, ആ ഒരു കംഫർട്ട് സോൺ ഉണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഇപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്. സോ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി മാറില്ലായിരുന്നു. പക്ഷെ ഇതിൻ്റെതായ ഒരു ഫണ്ണും പരിപാടിയൊക്കെ ഉണ്ട്. ഇവിടേക്ക് അങ്ങനെ മാറിക്കഴിഞ്ഞപ്പോഴേ, ആദ്യമായിട്ടല്ലേ അങ്ങനെ തന്നെ നിൽക്കുന്നത്, അങ്ങനെ വന്നപ്പോഴത്തേക്കും ഏറ്റവും ബുദ്ധിമുട്ടായി തോന്നിയ ഒരു കാര്യം എന്തായിരുന്നു? ഭക്ഷണം ഉണ്ടാക്കുക എന്നുള്ളത്. എല്ലാവർക്കും അത് തന്നെയല്ലേ. അപ്പോഴാണ് നമുക്ക് അമ്മ പറയുന്ന, അല്ലെങ്കിൽ അമ്മ ഡെയിലി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ ഓർമ്മ വരും. രാവിലെ തുടങ്ങും, ഉച്ചയ്ക്ക് എന്താ, രാത്രി എന്താ, ഈ സാധനം ഉണ്ടല്ലോ, ഇത് നമുക്ക് ഫീൽ ചെയ്ത് തുടങ്ങും. അപ്പൊ ഞാൻ ആലോചിക്കുന്ന, അമ്മ ഇത്ര 25 വർഷമായിട്ട് അമ്മ ഇത് ചെയ്തോണ്ടിരിക്കുക, എങ്ങനെ സാധിക്കുന്നു? നമുക്ക് ഒരാഴ്ച ചെയ്യാൻ പറ്റില്ല അടുപ്പിച്ച്. അപ്പോഴത്തേക്ക് ഏതെങ്കിലും ഒരു ദിവസത്തെ ഒരു മീലെങ്കിലും നമ്മൾ എന്നാന്ന് ഓർഡർ ചെയ്യാം. അങ്ങനെയാണല്ലോ. എന്റെ വീട്ടിലെന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ മൂന്ന് സെപ്പറേറ്റ് ആണ്. എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ ഉച്ചയ്ക്ക് കഴിച്ച സാധനം രാത്രി കഴിക്കാൻ താല്പര്യമില്ല, അങ്ങനെയൊക്കെയാണ്. അപ്പൊ രാവിലെ എന്തെങ്കിലും
ഒരു നൂൽപുട്ടോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ ഉച്ചയ്ക്ക് ചോറും കൂട്ടാനും ഉപ്പേരിയും എല്ലാം ഉണ്ടാവും. രാത്രിയാകുമ്പോ ചപ്പാത്തിയും കറിയും വേറെ ഉണ്ടാവും. ഞാനിവിടെ വന്നിട്ട് ഞാൻ എന്താ പറയാ വീട്ടിലിരിക്കുന്ന സമയത്ത് കഴിക്കില്ല എന്ന് പറയുന്ന കുറെ സാധനങ്ങളുണ്ട്. ഇഡ്ലി, ഉപ്മാവ്, നമുക്ക് യൂഷ്വലായിട്ട് ഇഷ്ടമില്ലാത്ത കുറച്ച് സാധനങ്ങളുണ്ടല്ലോ. ഇവിടെ വന്ന് പിന്നെ ഉപ്മാവായി, ഇഡ്ഡലിയായി, ഉപ്മാവൊക്കെ ഉണ്ടാക്കി എളുപ്പമാണല്ലോ. അതെ അതെ, സത്യമാണ്. ഞാൻ വിളിച്ച അമ്മേന്റെ അടുത്ത് പറയാം, ഇന്നെന്തായിരുന്നു? ഉപ്മാവായിരുന്നു. ഓ, നീ ഇപ്പൊ ഉപ്മാവൊക്കെ കഴിക്കുമല്ലേ? അങ്ങനെ എല്ലാ അമ്മമാരുടെയും ഒരു സ്റ്റാൻഡേർഡ് ഡയലോഗ് ആയിരുന്നു. ഇപ്പൊ ഇതൊക്കെ കഴിക്കുമല്ലേ? സ്വന്തമായിട്ട് ഉണ്ടാക്കുമ്പോ ഇതൊക്കെ കഴിക്കാൻ പറ്റും, ഞാൻ ഉണ്ടാക്കുമ്പോ പറ്റില്ല. അങ്ങനെ അപ്പൊ ഇപ്പൊ ഡെയിലി ഇങ്ങനെ കളിയാക്കലുകളാണ്. പിന്നെ ഉച്ചക്ക് ഉണ്ടാക്കി കഴിഞ്ഞാ നമുക്ക് വേണമെങ്കിൽ അത് രാത്രിയും കഴിക്കാം അല്ലേ? പിന്നെയും ഉണ്ടാക്കാനുള്ളൊരു മടിക്ക് അങ്ങനെയൊക്കെ ആയി ഇപ്പൊ. ആണ്. എപ്പോഴും നമ്മൾ ഈ സിനി ആർട്ടിസ്റ്റുകളെ എപ്പോഴും വറി ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് എല്ലാ കാലത്തും ഒരുപോലെ സിനിമകൾ ഉണ്ടാവില്ല. അപ്പൊ നമ്മുടെ എല്ലാ കാലത്തെ ഫൈനാൻസ് ഒരുപോലെ ആയിരിക്കില്ല. പ്രിയ എങ്ങനെയാ ഈ ഫൈനാൻസിനെ മാനേജ് ചെയ്യുന്നത്? സേവിങ്സ് ഉണ്ട്. അങ്ങനെ അടിച്ചു പൊളിക്കുന്ന, നമ്മൾ കാണുന്നതിനപ്പുറത്തേക്ക് സേവ് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ഭയങ്കര ഇറസ്പോൺസിബിൾ ആയിട്ട് സ്പെൻഡ് ചെയ്യുന്ന ഒരാളല്ല. ഈവൻ ഷോപ്പിംഗ് ആയിക്കോട്ടെ, അങ്ങനത്തെ കാര്യങ്ങളാണെങ്കിൽ ഞാൻ ഭയങ്കര പ്ലാൻഡ് ബയറാണ്. അപ്പൊ ഞാൻ കുറച്ചധികം മാസങ്ങളായിട്ട് ആഗ്രഹിച്ചു വെച്ചിട്ടുള്ള സാധനം മാത്രം ഞാൻ ഒരു കടയിൽ പോയാലാണെങ്കിലും എനിക്ക് ഒരു സാധനം വാങ്ങണം എന്നുണ്ടെങ്കിൽ അത് മാത്രം വാങ്ങിയിട്ട് ഞാൻ ഇറങ്ങി വരും. ഞാൻ ഭയങ്കര എന്റെ അപ്ബ്രിങ്ങിന്റെ ആണ് കേട്ടോ, ഡെഫിനറ്റ്ലി. എന്താ പറയാ, അമ്മ എപ്പോഴും കളിയാക്കും, നീ എന്തിനിങ്ങനെ പിശുക്കി പിശുക്കി ജീവിക്കണം നിന്റെ അച്ഛനെ പോലെ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഐ ഫീൽ ലൈക്ക് എനിക്ക് ഹാപ്പിനെസ് തരുന്ന കാര്യങ്ങൾ ഞാനൊരു സൈഡിൽ ചെയ്യുന്നുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇറസ്പോൺസിബിൾ ആവാതിരിക്കുക എന്നുള്ളതും കൂടി ഉണ്ടല്ലോ. അത് ഡെഫിനറ്റ്ലി എനിക്ക് അച്ഛൻ്റെ അടുത്തുനിന്ന് കിട്ടിയത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഈ അടുത്ത കാലത്ത് പ്രിയ വാങ്ങിച്ച, വളരെ ആശിച്ച് മോഹിച്ച് വാങ്ങിച്ച ഒരു കാര്യം എന്തായിരിക്കും? ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് വാങ്ങിയൊരു ടിഫനിന്റെ ഒരു റിങ് ഉണ്ട്. അപ്പൊ ടിഫനി ഭയങ്കര വലിയൊരു ബ്രാൻഡാണല്ലോ. അപ്പോ ഒരു പെൺകുട്ടിക്ക് അവളുടെ ഫസ്റ്റ് ടിഫനി എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര സ്പെഷ്യലാണ് എന്നുള്ള അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഒക്കെ ഉണ്ട്. അപ്പൊ ഞാനിങ്ങനെ വിചാരിച്ചത്, എന്നെങ്കിലും ഏതെങ്കിലും ഒരു കാലത്ത് ഒരാൾ എന്നെ പ്രപ്പോസ് ചെയ്യുമ്പോ ഒരു ടിഫിനി മോതിരൊക്കെ ഇട്ട് തന്ന് പ്രപ്പോസ് ചെയ്യുക, അങ്ങനെയൊക്കെയാണ് നമ്മള് സ്വപ്നം കാണുന്നത്. അപ്പൊ അത് സംഭവിക്കാൻ കുറെ കാലം വെയിറ്റ് ചെയ്യണ്ടേന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ സ്വന്തമായിട്ട് ഒരെണ്ണം വാങ്ങിയേക്കാം. അങ്ങനെ എന്റെ പേര് എൻഗ്രേവ് ചെയ്തിട്ടുള്ള ഒരു ടിഫിനിന്റെ മോതിരം വാങ്ങി. ബേസിക്കലി ഒരു സ്വപ്ന ലോകത്തെ ബാലഭാസ്കരനാണോ? ഇങ്ങനെയൊക്കെയുള്ള കുറെ സ്വപ്നങ്ങൾ, ഒരാൾ മറ്റേ കുതിരപ്പുറത്ത് വന്ന് പ്രപ്പോസ് ചെയ്യുന്ന ലൈനുള്ള ആളാണോ? ആണ്. അതെ. അങ്ങനെയൊക്കെയുള്ള മോഹങ്ങൾ എന്തൊക്കെയാ? ഈ പറഞ്ഞ പോലെ എവിടെയെങ്കിലും ഒരു ഡെസ്റ്റിനേഷൻ വെഡിങ്, അല്ലെങ്കിൽ ഒരു ഐഫിൾ ടവറിന്റെ അടിയിൽ ആരെങ്കിലും പ്രപ്പോസ് ചെയ്യാ, അങ്ങനത്തെ ഭയങ്കര ഫാന്റസി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ട്. ഇതൊക്കെ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? കാരണം ഇതൊക്കെ മനസ്സിലാക്കിയ ഒരാള് വരണമെങ്കിൽ ഇതൊക്കെ ആർക്കെങ്കിലും അറിയണ്ടേ? ആരുടെത്തെങ്കിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രജിസ്റ്ററിൽ ഒപ്പിട്ട് ഒരു രക്തഹാരം അങ്ങോട്ട്, ഒരു രക്തഹാരം ഇങ്ങോട്ട്, ചായ പരിപ്പ് വട, ഈ പരിപാടി പോരെ, അങ്ങനെയാണ് മിക്ക ആൾക്കാരും. പക്ഷെ ഞാൻ പറയും, ഞാൻ ചെറുപ്പം തൊട്ട് കണ്ട ഒരു സ്വപ്നമാണ് എനിക്ക് ഇത്രയും എന്താ പറയാ ഫാൻസി ആയിട്ടുള്ള ഒരു കല്യാണം. പറയാൻ പറ്റില്ല, ഒരു 5 വർഷം ഡൗൺ ദ ലൈൻ എനിക്ക് ഇതൊന്നും വേണ്ടി വരില്ല. അതെ, ചിലപ്പോ നമ്മുടെ മൈൻഡ് സെറ്റ് ഒക്കെ മാറുമായിരിക്കും. പക്ഷെ ചിലപ്പോ കല്യാണം കഴിക്കണ്ടെന്നോ 5 വർഷം കഴിയുമ്പോ അത്രയും കടുത്ത തീരുമാനങ്ങളൊക്കെ എടുക്കാൻ സാധ്യതയുണ്ടോ? അറിയില്ല. ഇപ്പൊ ലോകം പോകുന്നൊരു പോക്ക്, അതാണ് ഫാഷൻ. അതെ, അപ്പൊ ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഇങ്ങനത്തെ ആഗ്രഹങ്ങളൊക്കെ എവിടെയോ സൈഡ് ഓഫ് ദ മൈൻഡിൽ എവിടെയൊക്കെ ഉണ്ട്. ആണ്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ടേ നമ്മള് എന്തെങ്കിലുമൊക്കെ മലയാളികൾക്ക് വേണ്ടേ നമ്മളെ ഇങ്ങനെ ട്രോളാനായിട്ട്. അപ്പൊ ഞാൻ എപ്പോഴും മനസ്സിലാക്കിയ എന്താ വെച്ച് കഴിഞ്ഞാല്, പ്രിയയുടെ കോസ്റ്റ്യൂമുകളിലാണ് എല്ലാവരും ഫോക്കസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. നമ്മളൊരു പ്രോഗ്രാമിന് ഇടുന്ന കോസ്റ്റ്യൂം, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഇഷ്ടം തോന്നുന്ന നമ്മൾ ഇടുന്ന കോസ്റ്റ്യൂമുകൾ ഒക്കെ. ഈ വരുന്ന കമന്റുകളൊക്കെ പ്രിയ കാണാറുണ്ടോ? മുന്നേക്കെ ഞാൻ നോക്കുമായിരുന്നു, ഇപ്പൊ ഞാൻ നോക്കലില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാല്. കാരണം എന്തിനപ്പ ഈ അഭിപ്രായം നമ്മൾ വായിച്ചിട്ട് നമ്മളുടെ മൂഡ് നശിപ്പിക്കണത്? അത് ശരിയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് ഞാൻ ഇടുന്നത്, അപ്പൊ ഞാൻ അതിൽ ഹാപ്പിയാണ്. അതെ, ഇനി വേറൊരാളുടെ കമന്റ് വായിച്ച് നമ്മൾ വെറുതെ മൂഡ് ഓഫ് ആവശ്യമില്ല. പക്ഷെ നമ്മളൊരു വളരെ ഒരു നാട്ടിൻ പ്രദേശത്ത് നിന്ന് വന്ന ഒരു പെൺകുട്ടി ആയതുകൊണ്ട് ചിലപ്പോ നമ്മുടെ ഉള്ളിനുള്ളിൽ ഒരുപാട് മോഡേൺ തോട്ടുകളൊക്കെ ഉണ്ടാകാം. പക്ഷെ നമ്മുടെ നാട്ടില് നമ്മുടെ അച്ഛനും നമ്മുടെ അമ്മയും നമ്മുടെ അനിയനും ഒക്കെ താമസിക്കുന്ന ആ കൊച്ചു നാട്ടില് ഒരു പക്ഷെ ആളുകൾ ഇതൊക്കെ പറയുന്നുണ്ടോ എന്നൊക്കെ എപ്പോഴെങ്കിലും കൺസേൺഡ് ആയിട്ടുണ്ടോ? ഇല്ല, ആക്ച്വലി ഞാൻ തൃശ്ശൂരാണ് പഠിച്ചതും വളർന്നതും ഒക്കെ. പക്ഷെ ഞാൻ അന്ന് തൊട്ടേ ഞാൻ കുറച്ച് ഈ പറഞ്ഞ എനിക്കിഷ്ടമുള്ള സാധനങ്ങൾ ഇടാൻ
എന്റെ വീട്ടുകാർക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. എനിക്കിഷ്ടമുള്ള സാധനങ്ങൾ എന്താണോ അത് തന്നെ ഇടാൻ അനുവദിക്കുന്ന അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും എനിക്ക് വീട്ടിൽ നിന്ന് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. സിനിമ ഇൻഡസ്ട്രിയിൽ പ്രിയയുടെ വളരെ അടുത്ത സുഹൃത്തുക്കൾ ആരൊക്കെയാ? എന്റെ കോർ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എന്ന് പറയുന്നത് നിച്ചു, സർജാനോ ഖാലിദും സർജാനോന്റെ ഫാമിലിയും ഉണ്ട്. അപ്പം ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാർ. ആണ്. വളരെ ക്ലീഷേഡ് ചോദ്യമാണ്, എന്നാലും എനിക്കൊരു ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി ചോദിക്കുന്നതാ. അതെന്താണ് അങ്ങനെ ഒരാളും ധൈര്യത്തോടെ വന്ന് പ്രപ്പോസ് ചെയ്തിട്ടില്ല എന്ന് എല്ലാ ഇന്റർവ്യൂസിലും പറയുന്നത്? അതെനിക്ക് അറിയില്ല, സത്യമായിട്ടും എനിക്ക് അറിയില്ല. കാരണം ഈ ഇന്റർവ്യൂ ആക്ച്വലി ഞാൻ എൻ്റെ ഫ്രണ്ട്സിന്റെ കൂടെ ഇന്നലെ ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്ന് കാണുമായിരുന്നു. അപ്പോ ഞാൻ ഈ ഡയലോഗ് പറഞ്ഞപ്പോ എന്റെ ഫ്രണ്ട്സ് പറഞ്ഞ കമന്റ് എന്താന്ന് വെച്ചാൽ, അതിന് നീ ഒരു ഗ്യാപ്പ് കൊടുക്കണ്ടേ, നീ അപ്പോഴത്തേക്കും ചാടിക്കറി അങ്ങോട്ട് പറയല്ലേ എന്നുള്ളതാണ്. അപ്പോഴും ഞാൻ ആലോചിക്കണത് ശരിയാ, ചിലപ്പോ അതുകൊണ്ടായിരിക്കും കേട്ടോ, ഞാൻ ചാടിക്കറി പറയുന്നോണ്ടായിരിക്കാം അവർക്ക് പറയാൻ ഒരു അവസരം കിട്ടാത്തത്. എപ്പോഴെങ്കിലും തുറന്നു പറയാൻ സാധിക്കുമെങ്കിൽ എന്താണ് പ്രിയയുടെ ജീവിതത്തിലുണ്ടായ, ഇപ്പൊ നമ്മളൊരു പ്രണയബന്ധത്തിലേക്ക് ചെല്ലുക എന്ന് പറയുന്നത് നമ്മളത് ലൈഫ് ലോങ് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയുടെ പുറത്തായിരിക്കുമല്ലോ, പ്രത്യേകിച്ച് ആദ്യത്തെ ടാറ്റു മുതൽ അങ്ങനെയുള്ള ഓർമ്മകളുള്ള ഒരാളാകുമ്പോ. അപ്പോ ഏത് ആസ്പെക്ടിൽ വരുമ്പോഴാണ് നമുക്കിത് മുന്നോട്ട് പോകണ്ട എന്ന് നിങ്ങൾ ചിന്തിക്കാറുള്ളത്? കമ്പാറ്റബിലിറ്റി തന്നെയാണ് ആക്ച്വലി മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. അതായത് എല്ലാ അർത്ഥത്തിലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ there's no point staying in it. അപ്പൊ കമ്പാറ്റബിലിറ്റി ആണ് മെയിൻ. കമ്പാറ്റബിൾ അല്ല എന്ന് തോന്നുന്ന ഒരു പോയിന്റിൽ അതൊന്ന് നമ്മൾ സ്റ്റെപ്പ് ബാക്ക് ചെയ്യുന്നതാണ്. പക്ഷെ അത് എപ്പോഴും നമ്മൾ തുടങ്ങി ഒരു 2-3 മാസം കഴിയുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവില്ലേ നമ്മൾ തമ്മിൽ കമ്പാറ്റബിൾ ആണോ എന്നുള്ളത്? 2-3 മാസം പോരാ. അതാണ് ഒരു നമ്മളതിലേക്ക് ഒരു മേ ബി ഒരു വർഷം 2 വർഷമൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും നമുക്ക് അറിയുന്നത് ഇത് നമ്മൾ വിചാരിച്ച രീതിക്കല്ലല്ലോ പോകുന്നതെന്നുള്ളത്. അപ്പൊ ഐ ഹാവ് ഓൾവേസ് ലേൺഡ് ഇറ്റ് ദ ഹാർഡ് വേ. ഞാൻ അങ്ങനത്തെ ഒരാളാണ്. ഈ പറയുന്ന പോലെ ചിലപ്പോ 2-ാമത്തെയോ 3-ാമത്തെയോ മാസത്തില് നമ്മുടെ ഇന്നർ വോയിസ് പറഞ്ഞു തുടങ്ങും കമ്പാറ്റബിൾ അല്ല എന്നുള്ളത്. എസ്പെഷ്യലി പെൺകുട്ടികൾക്ക് ആ ഒരു ഇൻറ്റ്യൂഷൻ ഉണ്ട്. അപ്പൊ നമ്മുടെ ഇന്നർ വോയിസ് പറഞ്ഞു തുടങ്ങും ഇത് എവിടെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് എന്നുള്ളത്. പക്ഷെ നമ്മൾ മറ്റേ ഹോപ്പ്ലെസ് റൊമാൻറ്റിക് ആയിരുന്നു, അല്ല നമുക്ക് അവനെ ശരിയാക്കി എടുക്കാം എന്നുള്ളൊരു സാധനം ഉണ്ടാവല്ലോ അല്ലേ. അങ്ങനെ അതിനെ ഇഗ്നോർ ചെയ്ത് നമ്മളങ്ങ് ലവ് ഇസ് ബ്ലൈൻഡ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു എത്ര കാലം വലിച്ചു നീട്ടാൻ പറ്റും അത്ര കാലം വലിച്ചു നീട്ടിയിട്ട് അവസാനം നമുക്ക് നമ്മൾ അല്ലേ. എന്താ ഒരു ബ്രേക്കപ്പിൽ നിന്ന് റിക്കവർ ചെയ്യാനായിട്ട് സ്വയം കണ്ടെത്താറുള്ള മാർഗങ്ങൾ? വേണ്ടത്ര ഇരുന്ന് കരയാ. അതെ, കരഞ്ഞു തീർക്കുക. ഇപ്പം അതിങ്ങനെ ഉള്ളിൽ പിടിച്ചോണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. കുറച്ചധികം ദിവസം കരയുമ്പോ നമുക്ക് തന്നെ മടുക്കും. പിന്നെ ഫ്രണ്ട്സിന്റെ അടുത്ത് ഇരുന്ന് പറയാ എന്നെ കൊണ്ടുപറ്റുന്നില്ല പറയാ, ഫ്രണ്ട്സിനെ വിളിച്ച് റാൻറ്റ് ചെയ്യാ, എന്തൊക്കെ ഔട്ട്ലെറ്റ്സ് ഉണ്ടോ അതൊക്കെ യൂസ് ചെയ്യാ എന്നുള്ളതാണ്. ഇത് വെറുതെ സപ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാല് പിന്നീട് എപ്പോഴെങ്കിലും അത് പൊങ്ങി വരും. അതിലും ഭേദം അതങ്ങ് തീർക്കുന്നല്ലേ. കുഞ്ഞിലെ തൊട്ട് സിനിമാ നടി ആകണമെന്ന് ആഗ്രഹിച്ച ഒരാളാണോ ശരിക്കും? ആണോ? അതിനുവേണ്ടി ശരിക്കും സ്വപ്നം കണ്ടിട്ടുണ്ടോ? അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആക്ച്വലി. ആണോ? എന്റെ ഓർമ്മ വെച്ച കാലം തൊട്ട് ഒരു 2nd സ്റ്റാൻഡേർഡ് 3rd സ്റ്റാൻഡേർഡ് തൊട്ടിട്ട് എന്റെ ചെറിയച്ഛനുണ്ട്. പുള്ളിക്കാരൻ ഇങ്ങനെ ഞാൻ എന്തെങ്കിലും ഡ്രസ്സൊക്കെ ഇട്ട് വരുമ്പം മോഡൽ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കളിയാക്കുമായിരുന്നു. അപ്പൊ അതങ്ങനെ എന്റെ തലയിൽ കയറി ആക്ച്വലി. അപ്പൊ ആദ്യം മോഡൽ ആവണം എന്നുള്ളൊരു പരിപാടിയായിരുന്നു. പിന്നീട് സിനിമകൾ കണ്ടു തുടങ്ങിയപ്പം കുറച്ച് ബോധമൊക്കെ വെച്ച് തുടങ്ങിയപ്പം മോഡലിംഗ് അല്ല ആക്ടിങ്, ആ പരിപാടി മതി എന്നുള്ളൊരു അങ്ങനെ. അപ്പോഴാണെങ്കിലും ഞാനിങ്ങനെ ഭയങ്കര ഒരു ഫാന്റസി വേൾഡിൽ ജീവിക്കുന്ന ഒരാളാണ്. ഇപ്പൊ ബാത്റൂമിൽ പോയാലാണെങ്കിലും കുളിക്കുന്നതിന്റെ ഇടയിൽ ഒരു സെനാരിയോ ഞാൻ ഇമാജിൻ ചെയ്ത് ഞാനത് സ്വന്തമായി അഭിനയിച്ച് കണ്ണാടിയുടെ മുന്നിൽ അഭിനയിച്ച് എനിക്ക് കിട്ടുന്ന 5 മിനിറ്റ് 10 മിനിറ്റ് ഗ്യാപ്പിലൊക്കെ ഞാൻ അഭിനയിക്കുകയാണ്. എന്റെ സ്കൂൾ ലൈഫൊക്കെ ആലോചിക്കുമ്പോഴേ അപ്പൊ തൊട്ടേ അങ്ങനെയാണ്. പക്ഷെ ആ സമയത്തൊക്കെ ഇങ്ങനെ ഒരു സാധനം, ഒരു അഡാർ ലവ് സ്റ്റോറി എന്ന് പറഞ്ഞൊരു സിനിമ വരും എന്നൊക്കെ, അതൊക്കെ വന്നു വിട്ടപ്പോഴത്തേക്കും ഇത് സ്വപ്നം കാണുവാണോ അതോ യഥാർത്ഥത്തിൽ സംഭവിക്കുവാണോ ഇങ്ങനെ തോന്നലുണ്ടായിരുന്നോ? ആണോ? ആ സമയത്ത് എനിക്ക് എന്താ പറയാ, ഓഡിഷൻ ചെയ്തിട്ട് കിട്ടുന്നോ അല്ലെങ്കിൽ നമ്മൾ സെലക്ട് ആവുന്നോ, പിന്നെ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോയിട്ട് പിന്നെ 4ാമത്തെ ലീഡിലേക്ക് നമ്മളെ പൊസിഷൻ ചെയ്യുന്നൊന്നും നമ്മൾ വിചാരിക്കുന്നില്ലല്ലോ. അപ്പൊ ഓൾ ഓഫ് എ സഡൻ എന്തൊക്കെയോ സംഭവിക്കുന്നു. ആൻഡ്
ആകെ മൊത്തം ഒരു ഡേസ്ഡ് ഫീലിംഗ് ആയിരുന്നു ആ സമയത്ത്. പക്ഷെ ബേസിക്കലി നമ്മുടെ ഫാമിലിയിൽ നിന്ന് ആരും ഒരു സിനിമ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരില്ല, സിനിമ എന്താണെന്ന് അറിയുന്നവരില്ല. അപ്പൊ അച്ഛനും അമ്മയ്ക്കും എവിടെയെങ്കിലും ഒരു കൺസേൺ ഉണ്ടായിരുന്നോ, അയ്യോ മോൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്താകും എന്നൊക്കെയുള്ള? അവർക്ക് അറ്റ് സം ലെവൽ എപ്പോഴും അറിയായിരുന്നു ദാറ്റ് ഞാൻ ആർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പരിപാടിയിലേക്ക് പോവുള്ളൂ എന്നുള്ളത്. അതെ. കാരണം എൻ്റെ സ്കൂള് തൊട്ടേ ഈ പറയുന്ന ക്വയർ, ഡാൻസ്, ഡ്രാമ, സ്പോർട്സ് ഇങ്ങനത്തെ പരിപാടികളിലൊക്കെ ഞാൻ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. അപ്പൊ ഇവർക്ക് അറിയാം ദാറ്റ് ഞാൻ കുറെ ആക്റ്റീവ് ആണ് എന്നുള്ളതും ആർട്സിലാണ് ഭയങ്കര ആക്റ്റീവ് എന്നുള്ളതും. അപ്പോ they were not surprised. അവരെന്റെ അടുത്ത് ആകെ പറഞ്ഞെന്താന്ന് വെച്ചാൽ നീ നിന്റെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ട് പെർസ്യൂ ചെയ്തോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്. അമ്മയ്ക്ക് എന്നും പറയുന്നത് നീ ഒരു മാസ്റ്റേഴ്സ് എടുക്കണം, മാസ്റ്റേഴ്സ് എടുത്ത് കുറച്ച് സേഫ് ആയിട്ടിരിക്കണം. എന്റെ മൈൻഡിൽ ഞാൻ അങ്ങനെ ഒരു സേഫ്റ്റി എന്ന് പറയുന്ന ഒരു ബാക്കപ്പ് പ്ലാൻ ആലോചിക്കുന്ന പോലും ഇല്ല. കാരണം at the end of the day എനിക്കിത് ചെയ്താൽ മതി. പല വലിയ വലിയ ആർട്ടിസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഡയറക്ടേഴ്സിനോട് അവസരങ്ങൾ ചോദിക്കാറുണ്ടെന്ന്. പ്രിയ അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ? എപ്പോഴും ചോദിക്കാറുണ്ട്. ഈവൻ നൗ ഇപ്പോഴും ഡയറക്ടേഴ്സ് മാത്രമല്ല, കാസ്റ്റിങ്ങിന്റെ ഡയറക്ടേഴ്സ്, അങ്ങനെ എനിക്ക് റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാവരുടെ അടുത്തും ഞാനിങ്ങനെ ഇടയ്ക്ക് പോയെന്ന് ഓർപ്പിക്കും, ചേട്ടാ ഞാനിവിടെ ഉണ്ട്, എന്തെങ്കിലും ഓഡിഷൻ ആണെങ്കിൽ പറയണം. ഞാൻ എപ്പോഴും ചെയ്യാറുള്ള ഒരു കാര്യമാണ്. ആണ്. വളരെ ലേറ്റസ്റ്റ് ആയിട്ടും അങ്ങനെ ഒരു ലാസ്റ്റ് മിനിറ്റ് ഒരു സിനിമയിൽ നിന്ന് മാറ്റപ്പെട്ടു എന്ന് ഞാൻ അറിഞ്ഞായിരുന്നു. അതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള വേദനകളെ എങ്ങനെയാ ഓവർകം ചെയ്യുന്നത്? അതൊരു ഒന്നൊന്നര വേദനയായിരുന്നു അല്ലേ? സ്വാഭാവികം. കാരണം നമുക്ക് പ്രത്യേകിച്ച് ഇത്രയും കോൺഫിഡൻസ് ആയിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ. അത് നമ്മൾ സെലക്ട് ആയി അതിനുശേഷം നമ്മൾ അതിന് പ്രെപ്പും കൂടെ ചെയ്ത് കഴിയുമ്പോഴാണ് ഈ ബുദ്ധിമുട്ട് വരുന്നത്. നമ്മൾ അതിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ വേറെ വരുന്ന സിനിമകൾ നമ്മൾ മാറ്റിവെക്കുന്നു ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. പിന്നെ നമ്മളൊരു 5-6 ദിവസം കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഒരു ഡാൻസ് പഠിക്കുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഷൂട്ടിന് തൊട്ട് മുന്നേ നമ്മൾ റീപ്ലേസ് ചെയ്യാന്ന് പറയുമ്പോൾ ഭയങ്കര വിഷമമുള്ള ഒരു കാര്യമാണല്ലോ. ഞാൻ ഭയങ്കരമായിട്ട് ലുക്ക് ഫോർവേഡ് ചെയ്യുന്ന ഒരു പരിപാടിയായിരുന്നു അത്. കാരണം ആ ഡയറക്ടറിന്റെ അടുത്ത് ഞാനൊരു ഈ പറഞ്ഞ പോലെ ഒരു 2-3 years ആയിട്ട് ഞാൻ പുള്ളിക്കാരൻ്റെ അടുത്ത് മെസ്സേജ് അയച്ച്, ചേട്ടാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം, എന്താ ഐ വോണ്ട് ടു വർക്ക് വിത്ത് യു, അങ്ങനെ പറഞ്ഞ് എല്ലാ വർഷവും ഒരു 2 തവണയെങ്കിലും അത് റിമൈൻഡ് ചെയ്ത് അങ്ങനെ അവസാനം പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് ചോദിച്ചാണ് പ്രിയ ഡാൻസ് ചെയ്യോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഓഡിഷന് വിളിച്ചതാണ്. ഞാൻ ഓഡിഷൻ ചെയ്ത് ഞാൻ ക്രാക്ക് ചെയ്ത് ഭയങ്കര കോൺഫിഡന്റ് ആയിരുന്നു എനിക്കത് കിട്ടും എന്നുള്ളത്. അപ്പോ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്യുമ്പോൾ ഒരു വിഷമമുണ്ടല്ലോ. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ടേ ഇത് നമ്മളിങ്ങനെ പലയിടത്തും നമ്മളിത് പറഞ്ഞല്ലോ, ഈ ഉണ്ടായ ഒരു പെയിൻ ഒക്കെ. അതിനുശേഷം എന്തെങ്കിലും അദ്ദേഹം വിളിച്ചോ, പ്രിയ ഇത് ഇങ്ങനെയല്ല സംഭവിച്ചത് എന്ന് പറയാൻ വേണ്ടിട്ട്? ഇല്ല, അദ്ദേഹത്തോട് ഞാൻ അന്നേ സംസാരിച്ചിരുന്നു. ആക്ച്വലി റീപ്ലേസ് ചെയ്തു എന്ന് ഞാൻ അറിഞ്ഞ ദിവസം എന്റെ വിഷമം ഞാൻ അറിയിച്ചിരുന്നു. ഞാൻ ആക്ച്വലി പറഞ്ഞിരുന്നു, സർ ഞാൻ ഭയങ്കര ഡിസപ്പോയിന്റഡ് ആണ്, നല്ല രീതിയിൽ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന് വേണ്ടിയിട്ട്. അപ്പൊ പുള്ളിക്കാരൻ അന്നേ പറഞ്ഞു എന്തെങ്കിലും ബെറ്റർ വരുമ്പോ എന്തായാലും പ്രിയനെ കൺസിഡർ ചെയ്യാന്നുള്ളത്. അപ്പൊ അങ്ങനെ ഒരു ഈ പറയുന്ന ഒരു നമുക്കുണ്ടാവുന്ന ഒരു പേഴ്സണൽ വിഷമേ ഉള്ളൂ, അല്ലാതെ നമുക്കൊരു ദേഷ്യമോ അല്ലെങ്കിൽ ക്രിയേറ്റീവ്ലി അവരോടൊരു ബുദ്ധിമുട്ടോ അങ്ങനെയൊന്നുമില്ല. പക്ഷെ എന്നാലും നമ്മള് ഈ ഇപ്പുറത്തെ സൈഡില് അജിത് സാറിന്റെ കൂടെ അടക്കമുള്ള അഭിനയം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മളൊരു ഡ്രീം കം ട്രൂ, അനദർ ഡ്രീം കം ട്രൂ ആണല്ലോ. അതെന്തായിരുന്നു അത്? ഇപ്പൊ ഇതൊക്കെ സംഭവിച്ചു, സാധനം പുറത്തിറങ്ങി എന്നൊക്കെയുള്ള ഒരു റിയാലിറ്റി ആയിട്ടൊക്കെ അങ്ങ് പൊരുത്തപ്പെട്ടോ? ഞാൻ ആക്ച്വലി ഒരുപാട് കഴിഞ്ഞ വർഷം ഇതിന്റെ ഷൂട്ട് കഴിഞ്ഞ അപ്പത്തൊട്ട് ഞാൻ ഇതിങ്ങനെ പറയാൻ ഉള്ളിലൊതുക്കി പല സിനിമകളുടെയും പല ക്യാരക്ടർ പോസ്റ്റേഴ്സ് ഒക്കെ ഇറങ്ങുന്ന സമയത്ത് ഞാനും ഇങ്ങനെ ഇരുന്ന് ആഗ്രഹിക്കുന്നു എന്റെ ക്യാരക്ടർ പോസ്റ്റർ എന്ന് ഇറങ്ങുക. കാരണം എന്റെ അടുത്ത സുഹൃത്തുക്കൾക്കും ഫാമിലിക്കും അല്ലാതെ വേറെ ആർക്കും അറിയില്ല ഞാൻ ഈ സിനിമ പറ്റില്ല. അവർ ഒഫീഷ്യലി അനൗൺസ് ചെയ്യാത്തോടത്തോളം എനിക്കിത് പറയാൻ പറ്റില്ല. അപ്പോ എന്നാലും അന്ന് സ്പെയിനിൽ പോയ പിക്ചേഴ്സ് ഒക്കെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് വല്ല കമന്റ് ഒക്കെ വരും, 1-2 കമന്റുകൾ ഇങ്ങനെ വരും, പ്രിയ വാര്യരും GBU സ്പെയിനില് GBU ഈ സാധനം. അപ്പൊ ഞാനിങ്ങനെ ദൈവമേ ആൾക്കാർക്ക് കത്തി തുടങ്ങി, ഫോട്ടോസ് ഇടണ്ടായിരുന്നോ, എനിക്ക് പ്രശ്നമാവോ? ബട്ട് ഞാൻ ഭയങ്കര ലുക്ക് ഫോർവേഡ് ചെയ്തിരുന്നൊരു റിലീസാണ് ഡെഫിനറ്റ്ലി GBU. കാരണം എസ്പെഷ്യലി ബിക്കോസ് അതിൽ ആ പാട്ടുണ്ട് എന്നുള്ളതും അതെങ്ങനെയാണ് ടേൺ ഔട്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു ഐഡിയ എനിക്കുള്ളത് കൊണ്ട് സിനിമയില് വരിക എന്നുള്ളൊരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ പാട്ട് ഭയങ്കര സെലിബ്രേറ്റ് ആവുന്നു അല്ലെങ്കിൽ അത് ആൾക്കാർ ഇത്രയും എടുത്ത്
അക്സെപ്റ്റ് ചെയ്യുമെന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ ഇപ്പഴാണ് പാട്ട് ഇതൊക്കെ ചെയ്തതിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു എക്സ്പ്രഷൻ ഏതായിരുന്നു? ആ പാട്ടിന്റെ ആക്ച്വലി എനിക്ക് ഫുൾ പാട്ട് ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതിലത്തെ ഒരു ബിറ്റ് മാത്രമേ സിനിമയിൽ വന്നിട്ടുള്ളൂ. അപ്പൊ ആ മൊത്തം സാധനം പുറത്തു വരാണെങ്കിൽ കുറച്ചും കൂടെ സൂപ്പർ ആയിരിക്കും. അപ്പൊ അതില് നമ്മള് സിമ്രൻ മാം ചെയ്തിട്ടുള്ള കുറച്ച് ഐക്കോണിക് സാധനങ്ങളൊക്കെ നമ്മൾ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ 1-2 സാധനങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതൊക്കെ ഇനി എക്സ്പ്രഷൻ ഒന്ന് കാണിക്കാനുണ്ടോ? അതില് ആ പാട്ടിലൊരു പോർഷൻ ഉണ്ട്, ഏ ഹേ 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 ഹേ, അങ്ങനെ ഒരു സാധനം ഉണ്ട്. അതില് പുള്ളിക്കാരി ഇടുന്ന ഒരു എക്സ്പ്രഷൻ ഉണ്ട്, അത് ഞങ്ങൾ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു. സത്യത്തിൽ നല്ല പേടി ഉണ്ടായിരുന്നില്ലേ? ദൈവമേ, ഇത്രയും ഭീകരമായ ഒരു പാട്ടാണ് ഞാൻ വീണ്ടും ചെയ്യാൻ പോകുന്നത്, എവിടെയെങ്കിലും എന്തെങ്കിലും പോയാൽ തീർന്ന് ആൾക്കാരെല്ലാവരോടും എന്നെ എടുത്തിട്ട് ഒടുക്കുമെന്ന് അറിയാലോ. ഞാൻ പക്ഷെ അതിന് ആ ഒരു ഏരിയയിലോട്ട് അത്രയും ചിന്തിച്ചില്ല സത്യം പറഞ്ഞാല്. എനിക്കറിയാം, കാരണം അങ്ങനെ ചിന്തിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ടെൻഷനാവും, എനിക്ക് ചെയ്യുന്ന പരിപാടി മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റില്ല, ഉള്ളതും കൂടെ കൊളാവുന്നുള്ള അറിയാവുന്നോണ്ട് ഞാൻ അത്രയും സ്ട്രെസ് എടുത്തില്ല. പക്ഷെ ഞാനും അർജുനും ഷൂട്ട് ചെയ്യുന്ന സമയത്ത്, പ്രാക്ടീസ് ചെയ്യുന്ന സമയം തൊട്ടേ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ ഇങ്ങനെ പറയുമായിരുന്നു, എന്റെ ഫാൻസ് എടുത്ത് നിന്നെ ട്രോളും, നിന്റെ ഫാൻസ് എടുത്ത് എന്നെ ട്രോളും, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങള് പറയുമായിരുന്നു എന്നല്ലാതെ അതിനെ ഭയങ്കര സീരിയസ് ആയിട്ടൊന്നും എടുത്ത് ടെൻഷൻ അടിക്കാൻ നിന്നില്ല. ഇല്ല അല്ലേ? ഈ നമ്മള് ഇൻസ്റ്റഗ്രാമിൽ പല സെലിബ്രിറ്റികളും അവരുടെ ഫാമിലി പിക്ചേഴ്സ് ഒക്കെ എപ്പോഴും കാണാറുണ്ട്. പ്രിയ ആ കാര്യത്തിൽ കുറച്ച് കൺസേൺഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു കൺസർവേറ്റീവ് ആയിട്ടുള്ള, റിസർവ്ഡ് ആയിട്ടുള്ള ആളാണോ? ഒരുപാട് പാരന്റ്സിനെയോ അല്ലെങ്കിൽ ഫാമിലിയോ ഒക്കെ ഇങ്ങനെ പബ്ലിക് സ്പേസിലേക്ക് കൊണ്ടുവരണ്ട, അവർക്ക് അവരുടെ പ്രൈവസി കൊടുക്കണം എന്ന് ചിന്തിക്കുന്ന ആളാണോ? ഡെഫിനറ്റ്ലി. കാരണം അവരിപ്പോഴും തൃശ്ശൂര് ഒരു സോഷ്യൽ ലൈഫൊക്കെ ഉള്ള ആൾക്കാരാണ്. അപ്പോൾ ഐ ഡോണ്ട് വാണ്ട് ടു കൈൻഡ് ഓഫ് അവരുടെ ഒരു പ്രൈവസീനെ എഫക്ട് ചെയ്യുന്ന ഒന്നും ചെയ്യണം എന്ന് എനിക്കില്ല. എസ്പെഷ്യലി എൻ്റെ അനിയന്റെ പ്രൈവസീനെ എഫക്ട് ചെയ്യുന്ന ഒന്നും എനിക്ക് ചെയ്യണം എന്നില്ല. കാരണം അവനിപ്പോ ബാംഗ്ലൂർ കോളേജിൽ പഠിക്കുകയാണ്. എവിടെയാ എന്താന്ന് ഞാൻ പറയില്ല, പഠിക്കുകയാണ്. അപ്പോ എനിക്കറിയാം സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവൻ ഓൾറെഡി ഒരു ഷാഡോയിൽ നിൽക്കുന്ന ഒരു ഫീലിംഗ് അവൻ എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പ്രിയയുടെ ബ്രദർ ആണെന്നുള്ള അറിഞ്ഞോ അറിയാതെയോ അത് അവൻ ഉണ്ടായിട്ടുണ്ട്. അവനതിൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ. പക്ഷെ ഞാനിതിങ്ങനെ ചിന്തിക്കും, കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ കൾച്ചറൽസിലൊക്കെ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. ഇപ്പൊ ഈ പാട്ട് മത്സരത്തിനൊക്കെ പോകുന്ന സമയത്ത് പ്രൈസ് ഒക്കെ മേടിക്കുന്ന ആളാണ് സ്റ്റേറ്റ് ലെവലിലൊക്കെ. അപ്പൊ അവന് ഇതിനോട് അങ്ങനെ ഭയങ്കര ഒരു കമ്പമില്ല. അവന് പാടാനൊക്കെ അറിയാം, കഴിവൊക്കെ ഉണ്ട്, പക്ഷെ അവനങ്ങനെ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ഇല്ല ആർട്സിനോട്. അപ്പോ എന്നാലും അവനെ ഈ കോമ്പറ്റീഷൻസിൽ ഇടുകയും അവൻ അതിൽ പറഞ്ഞേക്കും. കാരണം എനിക്ക് ബ്രദർ ആണല്ലോ, ദാറ്റ് ഈസ് എക്സ്പെക്ടഡ് ഓഫ് ഹിം, ബിക്കോസ് അങ്ങനെ ഒരു സാധനം. അപ്പൊ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് അവനെ അങ്ങനെ ഒരു പ്രഷറൈസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അവന് ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്യാൻ അവനെ പ്രഷറൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. സ്കൂളിലായിരുന്ന സമയത്ത് എനിക്ക് അങ്ങനെ ഞാൻ പാസ് ഔട്ട് ആവുന്നവരെ എനിക്ക് അങ്ങനെ ഒരു പരിപാടി ഉണ്ട്, എന്റെ ഷാഡോയിലാണോ അല്ലെങ്കിൽ അവനത് ബുദ്ധിമുട്ടാവുന്നുണ്ടോ, അങ്ങനെ ഒരു തോട്ടം എനിക്ക് എപ്പോഴും ഉണ്ടാവും. അവൻ പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ കോളേജിൽ പോകുമ്പോഴെങ്കിലും അവൻ അങ്ങനെ ഒരു സാധനം വേണ്ട, അവനൊരു ഫ്രഷ് തുടക്കാവട്ടെ, അവൻ അങ്ങനത്തെ ഒരു ലേബൽ ഇല്ല. പ്രിയാവാര്യരുടെ അനിയനാണ് എന്നുള്ളൊരു ലേബൽ ഇല്ല. അപ്പം കോളേജിലും എനിക്ക് തോന്നുന്നു അവന്റെ വളരെ അടുത്ത 1-2 സുഹൃത്തുക്കൾക്കല്ലാതെ ആർക്കും അറിയില്ല അവൻ എന്റെ അനിയനാണെന്നുള്ളത്. അപ്പൊ അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഹി ഓൾസോ ലൈക്സ് ദാറ്റ്, ഹി ഓൾസോ പ്രിഫേഴ്സ് ദാറ്റ്. എനിക്ക് കോളേജിലേക്ക് ചെന്നിട്ടില്ലേ? ഇല്ല. ഞാൻ അവനെ ഇടയ്ക്ക് വിളിച്ച് ഞാൻ കളിയാക്കും, ഞാൻ ഒരു വരവുണ്ട് നിന്റെ കോളേജിലേക്ക്. അപ്പൊ അവൻ പറയും, ഓപ്പോളെ ദയവ് ചെയ്ത് എന്റെ സമാധാനം കെടുത്തരുത് അങ്ങനെ. അപ്പം അവനും അതാണ് പ്രിഫർ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നത് എല്ലാ ബ്രദേഴ്സും ഇങ്ങനെയാന്ന് തോന്നുന്നത്. അവർക്ക് അവരുടേതായ ഒരു ഏരിയ ഉണ്ട്, അവരുടേതായ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, അതിനകത്ത് അവർ വളരെ ഹാപ്പിയാണ്. നിങ്ങൾ വന്ന് ഉപദ്രവിക്കരുത് എന്ന് പറയുന്ന ഡെഫിനറ്റ്ലി ആ ഒരു ഏജ് ഗ്രൂപ്പും അങ്ങനെയാണല്ലോ. അവരുടെ ഫ്രണ്ട്സ്, അവരുടെ ലോകം, അങ്ങനത്തെ ഒരു ഇതിലാണ് ഇരിക്കുന്നത്. അവന്റെ അടുത്ത് കോളേജ് ഇന്റർവ്യൂല് അവൻ ഇപ്പൊ ഉള്ള കോളേജിന് അല്ലാതെ വേറൊരു കോളേജിലേക്ക് അപ്ലൈ ചെയ്തിരുന്നു. അവിടെ ഇന്റർവ്യൂവിന് ചെന്നപ്പോ ഇവന്റെ ഫുൾ നെയിം വായിച്ചു കഴിഞ്ഞിട്ട് ഇവന്റെ അടുത്ത് ഇന്റർവ്യൂവിന് ചോദിച്ചു ഇത്ര, ഈ സർനെയിം ഉള്ള 2 ആക്ടേഴ്സ് ഉണ്ട്, അറിയോ എന്ന്. എന്റെ അമ്മ. അപ്പൊ അവൻ പറഞ്ഞു അറിയാം എന്ന് പറഞ്ഞു. പേഴ്സണലി പരിചയം ഉണ്ടോ, മഞ്ജു വാര്യരോ പ്രിയ വാര്യരോ എന്ന് ചോദിച്ചു.
അപ്പൊ അവനില്ലാന്ന് പറഞ്ഞു. അതവൻ തള്ളിയതായിരിക്കും. അല്ല, അവനില്ലാന്ന് പറഞ്ഞു. ഇല്ല, എനിക്ക് പരിചയം ഇല്ലാന്ന് പറഞ്ഞു. എന്നിട്ട് അവൻ എന്നെ വിളിച്ചിട്ട് പറയണ, ഓപ്പോളെ ഞാനത് പറഞ്ഞു കഴിഞ്ഞാല് നീ അതിന്റെ ബയസിലാണ് അവരെനിക്ക് അഡ്മിഷൻ തരുന്നതെങ്കിലോ. അത്രയും സ്മാർട്ടായിട്ടൊക്കെ പിള്ളേരുടെ ഇതാ. ഞാൻ പറഞ്ഞു, നീ എന്നെ നിന്റെ ചേച്ചി അല്ലാന്ന് പറഞ്ഞല്ലേ. അങ്ങനെ എന്നെ തള്ളി പറഞ്ഞു. പറഞ്ഞു. ഞാൻ പറഞ്ഞു, നീ പോലും. അവൻ എന്റെ അടുത്ത് പറഞ്ഞു, പേഴ്സൺ ആയിട്ടൊന്നും എടുക്കണ്ട, പക്ഷെ എനിക്കത് പറയേണ്ടി വന്നു. അങ്ങനെ ഹി ഓൾസോ പ്രിഫേഴ്സ് ദാറ്റ്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഇരിക്കട്ടെ. ഇനി N+Aaron ഒരു വെല്ലുവിളിയല്ല. ആപ്പിൾ ആരൻ കൂടിയുണ്ടെങ്കിൽ വിജയം ഉറപ്പാണ്.